ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു ഉപ്പേരിയാണ് കേട്ടോ. കുറച്ച് പയറും ഒരു നേന്ത്രക്കായും ഒരു കയ്പ്പയ്ക്കും കൂടിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഉപ്പേരി. ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കയ്പ്പയ്ക്ക, ഒരു നേന്ത്രക്കായ, കുറച്ച് പയർ. ഞാനെല്ലാം നുറുക്കി വെച്ചു കേട്ടോ. ചെറുതായിട്ട് എല്ലാ കയ്പ്പയ്ക്കയും കായും പയറും നുറുക്കി വെച്ചു. ഇനി അതിലേക്കുള്ള ഒരു സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളക് 2 കീറി വെച്ചിട്ടുണ്ട് കേട്ടോ. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. ചീഞ്ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ നല്ല സ്വാദാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് പിന്നെ 1 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് നന്നായി പൊട്ടിയപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച് സവോള ചേർത്ത് കൊടുത്തു. സവോളയും പിന്നെ നമ്മൾ പച്ചമുളക് കീറി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ കുറച്ച് നല്ല കറിവേപ്പില കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് നല്ലോണം വഴറ്റണം കേട്ടോ. ഇനി ആ സവോളയൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് കിട്ടണം. അതുവരെ നമ്മൾ നല്ലോണം വഴറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ നല്ലോണം മൂത്ത് നിറമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് മുളക് പൊടിയാണ് ചേർക്കാനുള്ളത്. മുളക് പൊടി എരിവ് അനുസരിച്ച് ചേർക്കുക കേട്ടോ. അപ്പോൾ മുളക് പൊടി ഞാൻ 1 സ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി നല്ലോണം മുളക് പൊടി മൂക്കുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കുക. മുളക് പൊടി മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് കഷ്ണങ്ങൾ അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ കഷ്ണങ്ങൾ നമ്മൾ കഴുകിയിട്ട് വാരി വയ്ക്കില്ലേ, അത്രയും വെള്ളം തന്നെ മതി. ഞാൻ വേറെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചില്ല. ഇനി ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് 1 സ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ കഷ്ണങ്ങൾ വാരി വെച്ചിടുമ്പോൾ തന്നെ അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അത് വെന്ത് കിട്ടും. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ സ്റ്റൗ ഒന്ന് താത്തി വെക്കണം കേട്ടോ. ഒന്ന് മീഡിയത്തിലേക്ക് വെച്ചോളൂ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അതിനിടയ്ക്ക് ഒന്ന് 2 പ്രാവശ്യം ഇളക്കുകയാണെങ്കിൽ നല്ലതാണ്. ഒന്ന് തുറന്നാടി പിടിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ കായം പയറൊക്കെ ഒരു പകുതി വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഒന്നും കൂടി അടച്ച് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരി തയ്യാറായിട്ടുണ്ടാവും. ഇപ്പം നമ്മുടെ ഉപ്പേരി നല്ലോണം വെന്തു. ഇനി നമുക്കൊന്ന് മുരിച്ചെടുക്കാം. അതിന് വേണ്ടി ഇളക്കി 2 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് മുരിഞ്ഞ് കിട്ടും കേട്ടോ. വേണമെങ്കിൽ മുകളിൽ കൂടെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ നല്ല സ്വാദാണ്. ഇപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല, നല്ല പാകമായിട്ടുണ്ട്. അപ്പോൾ 2 മിനിറ്റ് തുറന്ന് വെച്ചിട്ട് നമുക്ക് അത് സെർവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പം ഞാൻ ഇത് സെർവിങ് ബോളിലേക്ക് മാറ്റണം. വളരെ സിമ്പിളായിട്ടുള്ള ഉപ്പേരിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക്